നിലമ്പൂരിൽ ആരാടൻ ഷൗക്കത്തിനും വി.എസ്. ജോയിക്കും പുറമെ മറ്റൊരാളെ കൂടി കോൺഗ്രസ് പരിഗണിക്കുന്നു. സന്ദീപ് വാര്യർ, വി.വി. പ്രകാശിന്റെ ഭാര്യ സ്മിത പ്രകാശ്, വി.ടി. ബൽറാം എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. ബി.ജെ.പി മത്സരിക്കാത്ത സാഹചര്യം പരിഗണിക്കണമെന്നാണ് ചില നേതാക്കളുടെ നിർദ്ദേശം. ആരാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പി.വി. അൻവർ ഇടഞ്ഞതാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. ആരാടനെ സ്ഥാനാർത്ഥിയാക്കാൻ നടത്തുന്നത് അന്തം കെട്ട നീക്കമാണെന്നും വേണ്ടിവന്നാൽ മത്സരിക്കുമെന്നും അൻവർ സൂചന നൽകി. തന്നെ പരിഗണിക്കാത്തതിൽ DCC പ്രസിഡന്റ് വി.എസ്. ജോയും നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. തർക്കങ്ങൾക്കിടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി 2021 സ്ഥാനാർത്ഥി വി.വി. പ്രകാശിന്റെ കുടുംബവും രംഗത്ത് വന്നു. ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂരിന്റെ മണ്ണ് സജ്ജമാണെന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. ഇവിടെ ആരെങ്കിലും MLA ആക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാനൊന്നും അല്ല എന്റെ രാജിവെച്ച്. UDF തീരുമാനിച്ചത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഞാൻ UDF അല്ലല്ലോ. എല്ലാ പണം ഈ 99-98 MLA-മാരും മുഖ്യമന്ത്രിയും കുടുംബസമേതം വന്ന് താമസിച്ച് അവിടെ വോട്ടിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അന്തം വിട്ട ആലോചനകൾ നടക്കുന്നത്. ഇവിടെ UDF-മായി സഹകരിക്കാൻ അൻവർ തയ്യാറാണ്. അൻവറിന്റെ ഭാഗത്തു നിന്ന് UDF-നോട് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് ഒരുമിച്ച് മുന്നോട്ട് പോകും UDF-ന്റെ പ്രവർത്തനങ്ങളുമായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിലേറെ പേരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ അല്ല, ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ഒരു ആശങ്കയും വേണ്ട. അത് ഏറ്റവും ആദ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരും. അവിടെ മനസ്സിലായില്ലേ? UDF-ന്റെ സ്ഥാനാർത്ഥി വരും. അപ്പോൾ CPM അവർക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ഭയപ്പാട് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അതാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ആലോചിക്കാം, ഞങ്ങൾ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നു. നിലമ്പൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നിഷാദ് റാവുത്തർ, മുഹമ്മദ് അസ്ലം, ഒപ്പം കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂറും ചേരുന്നു. ആദ്യം അസ്ലമിലേക്ക്. അസ്ലം, ഇന്നലെ രാത്രി വൈകുന്നത് വരെ ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ കോൺഗ്രസും UDF-ഉം എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ നേരം വെളുത്തപ്പോൾ കഥ മാറുന്നു. പാർട്ടിയെ വെട്ടിലാക്കിയത് പി.വി. അൻവർ തന്നെയാണോ? അൻവർ ഇപ്പോഴും വി.എസ്. ജോയിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഷൗക്കത്തല്ലാത്ത മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇപ്പോഴും വാശി പിടിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണോ? പി.വി. അൻവറാണ് ആദ്യ വെടി ഇക്കാര്യത്തിൽ പൊട്ടിച്ചത്. ഏതെങ്കിലും സ്ഥാനാർത്ഥിയല്ല, പിണറായി സഖ് തോൽപ്പിക്കാൻ കഴിവുള്ള എല്ലാ വിഭാഗങ്ങളിലെ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണമെന്ന് ആദ്യ അതൃപ്തി വ്യക്തമാക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ആശങ്ക ഘടകം കൂടി പി.വി. അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് BJP-യുടെ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സാഹചര്യം, ആ BJP വോട്ടുകൾ എവിടെ പോകും? BJP-യും CPM-ഉം ബാന്ധവുമാണ് അല്ലെങ്കിൽ ബന്ധമാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു. പി.വി. അൻവർ പരസ്യമായി ഇത്തരത്തിൽ നിലപാട് പ്രഖ്യാപിച്ചുള്ള അതൃപ്തി പൂർണ്ണമായി തന്നെ UDF ക്യാമ്പിനുണ്ട്, UDF നേതൃത്വത്തിനുണ്ട്. എന്നിരിക്കെ തന്നെ ആ ഒരു ഫാക്ടർ, BJP മത്സരിക്കാതിരിക്കുമ്പോൾ അവർക്ക് ലഭിച്ച 12,000 വോട്ടുകൾ എവിടെ പോകും? ആ പോകുന്നത് CPM-ലേക്ക്, LDF ക്യാമ്പിലേക്ക് പോകുന്നതിന് തടയിടുന്ന രീതിയിലുള്ള ഒരു ആലോചനകൾ വേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറി. അവിടെ നിന്നാണ് ആര്യാടൻ ഷൗക്കത്തിന് മുൻതൂക്കം എന്നുള്ള അവസ്ഥയിൽ നിന്നും മറ്റ് പേരുകൾ കൂടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചർച്ചകളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറയുന്നത് നേരത്തെ അവിടെ മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ DCC പ്രസിഡന്റായിരുന്ന വി.വി. പ്രകാശിന്റെ ഭാര്യ സ്മിത പ്രകാശിന്റെ ഒരു പേര് ചർച്ചയിലുണ്ട്. അതിൽ അവരുടെ മകൾ അല്പസമയം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അച്ഛന്റെ ഓർമ്മകൾക്ക് മരണമില്ല. ഓരോ നിലമ്പൂരുകാരന്റെയും മനസ്സിൽ അച്ഛനെ കുറിച്ചുള്ള വികാരമുണ്ട് എന്ന് പറഞ്ഞതിലൂടെ സജീവമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, അത്തരം ചില സാധ്യതകൾ കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കുന്നത്. മറ്റൊന്ന്, സന്ദീപ് വാര്യർ അടുത്തിടെ BJP പാളയത്തിൽ നിന്നും കോൺഗ്രസ് പാളയത്തിലേക്ക് വരികയും ആ അർത്ഥത്തിൽ ഒരു ഓളം ഉണ്ടാക്കുകയും ചെയ്ത സന്ദീപ് വാര്യരെ പരീക്ഷിക്കണമോ എന്ന കാര്യം സജീവമായി തന്നെ ചർച്ചയിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാ വിഭാഗം വോട്ടുകളെയും ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് ഒരു പരിഗണിക്കുന്നു. BJP വോട്ട് ഒരുപക്ഷെ ഒഴുകിപ്പോകില്ല, അല്ലെങ്കിൽ ഒറ്റയടിക്ക് CPM-ലേക്ക് ഏതോ അർത്ഥത്തിൽ ബന്ധം ഉണ്ടാക്കിയപ്പോഴും ഒഴുകിപ്പോകാത്ത രീതിയിൽ കുറേയൊക്കെ തടഞ്ഞു നിർത്താനാവും. വി.ടി. ബൽറാം എന്ന് പറയുന്ന KPCC വൈസ് പ്രസിഡന്റും ആയ സ്ഥാനാർത്ഥിയുടെ പേരും സജീവമായി തന്നെ ചർച്ചയിലുണ്ട്. പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഒരു യുവ സ്ഥാനാർത്ഥി ആയിരിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ വി.വി. പ്രകാശിന്റെ ഭാര്യ എന്ന ചർച്ചകൾ സജീവമായുണ്ട്. ആര്യാടൻ ഷൗക്കത്ത്, വി.എസ്. ജോയ് എന്നിവർക്കൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി എന്നായി ഇന്ന് വൈകിട്ടോട് ഉണ്ടാകും സാധ്യതയെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തോടുകൂടി തീരുമാനമാകുമോ അതോ ഒരുപക്ഷെ നാളെ അക്കാര്യത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ കൂടി എന്ന സംശയം വരെ ഉയരുന്ന രീതിയിലേക്ക് സജീവമായ ചർച്ചകൾ ഉയരുകയാണ്. കാരണം പുതിയൊരു പേരിലേക്ക് വരുമ്പോൾ അതിന്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കേണ്ടി വരും. മാത്രമല്ല, നേരത്തെ പേര് പറഞ്ഞു വെച്ച ആൾക്കാരുമായി ആശയവിനിമയം നടത്തേണ്ടി വരും. മണ്ഡലത്തിലെ സാധ്യതകൾ, മണ്ഡലത്തിലെ നേതാക്കൾ
ജില്ലയിലെ നേതാക്കൾ തുടങ്ങി എല്ലാ വിഭാഗം നേതാക്കളുമായും അതിനപ്പുറത്തേക്ക് UDF നേതൃത്വത്തിലെ പല നേതാക്കളുമായും ഒക്കെ ചർച്ചകൾ നടത്തേണ്ടി വരും. അത്തരം ആശയവിനിമയങ്ങൾ വളരെ തിരക്കിട്ട കൂടിയാലോചനകളും ആശയവിനിമയങ്ങളും